ഗിരിജി എപ്പോഴും പറയും എനിക്ക് എടുത്തിയാട്ടം കൂടുതലാണ് എടുത്തിയാട്ടം കൂടുതലാണ്. ഈ കുടുംബക്കാർക്ക് മൊത്തം ഉള്ളതല്ലേ. എടാ ദേഷ്യം വന്നാൽ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. എന്നാ വയസ്സായ ആളാണ് പറയണെന്ന് കരുതി അവർക്ക് ക്ഷമിച്ചൂടെ? വയസ്സായവർക്ക് എന്തിനാ ഈ വഴക്കിന് പോകുന്നത്? വീട്ടമറ്റം പേര് ഇങ്ങനെ ചൂടാവുക പറ്റിപ്പോയി. ഇനിയിപ്പോൾ അവളോട് ക്ഷമ പറയാം, അല്ല ഇപ്പം എന്താ ചെയ്യുക? വേണേ കവർ ചെയ്യാൻ പിടിക്കാം. വേണ്ട വേണ്ട, ആ അങ്ങോട്ട് പോകണ്ടപ്പോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചിയും ലില്ലിയും തങ്കത്തിന് ദേഷ്യപ്പെട്ടതിന് മുഖോർത്തിരിക്കുന്നുണ്ടാവും. ആദ്യം തങ്കത്തിനെ സന്തോഷിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് മതി ഇങ്ങോട്ട് വരിക. ശരി ശരി. പാവം വിഷമിച്ചിരിക്കാവും. ഞാൻ ഇത്ര പറഞ്ഞിട്ടില്ല അവളെ ഇതേവരെ. ഇന്ന് എന്തോ പെട്ടെന്ന് ദേഷ്യം കൂടുതൽ വന്നു. എന്താ ചെയ്യാൻ പറ്റുക? കണ്ടടാ, ഒരാളനക്കല്ല, മരണ വീട് പോലെ ഇരിക്കും. പെണ്ണകത്തെങ്ങനെ ഇരുന്ന് കരയേ. തകച്ചേട്ടത്തി കാണാനില്ല. തകച്ചേട്ടത്തി തകച്ചേട്ടത്തി അവിടെ ഒന്നുമില്ല. ഇല്ല, പുറത്തേക്ക് വന്നല്ലോ. റൂമിലുണ്ടോ നമ്മുടെ? റൂമിലുണ്ടാവും, വിളിച്ചപ്പോ വന്നാനെ. മേളി അമ്മ എടുത്ത് പോയി കാണും. ആ, അവള് വിഷമം വന്നു കഴിഞ്ഞാൽ അവളുടെ അമ്മയുടെ അടുത്തിരുന്ന് കരയും. ഒരു കാര്യം ചെയ്യ്, പോയി വിളിച്ചോളൂ. ഞാൻ അപ്പോഴത്തേനത് പാത്രങ്ങളിലൊക്കെ എടുത്തു. അത് വേണ്ട, ഞാൻ നേരിട്ട് കൊടുത്തോളാം. ഉറപ്പാണല്ലോ. അവള് ഇവിടെ ഇല്ലല്ലോ. നമുക്ക് കൂടുതൽ കഴിച്ചാലോ? ഓടാ, വിളിക്കണ്ട. ആദ്യം കൊടുക്കാൻ വാഴയ്ക്കപ്പോയില്ല. അമ്മാവാ ഓ നല്ല സൂപ്പർ മീൻ കറി മാവാ. വിളിച്ചതാ. ഞാൻ നോക്കിയപ്പം ചട്ടി കഴുകി കളയാമാണ്. ഇത് ചോറെടുത്ത് തിന്നതാ. മോൻ കഴിക്കണോ? ഒരു പിടി തിന്നോ? നിനക്കോണടാ എന്നാടാ 2 ആഴ്ച പട്ടിണി. പഴംപൊരിയും ഐസ്ക്രീമും ഉണ്ട്. അത് വാങ്ങിക്കാൻ പൈസ തന്നായിരുന്നല്ലോ. അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാ ഏറ്റവും അയ്യോ അമ്മാവോ, താങ്ക് യു. ചായ വേണോ അമ്മാവാ? എന്തെന്ത് എന്നാ ഒരു പിഴുവാൻ തരാം. ഓന്റെ മോളിൽ എങ്ങനെയാ നീ മീൻ കറി വെച്ചത്? തീർച്ചയായിട്ടും ഓ